ഹലോ ഫ്രണ്ട്സ്, സി ടെക് ഇലക്ട്രോണിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വന്നിരിക്കുന്നത് ഉന്നീഡ CRT കിറ്റാണ്. പവറില്ല, അതാണ് കംപ്ലൈന്റ്. നമ്മൾ ഓൺ ചെയ്താൽ പവർ ലൈറ്റ് വരത്തില്ല. സെറ്റ് ഓൺ ചെയ്തു, പവർ ലൈറ്റ് ഇല്ല. അപ്പൊ നമുക്ക് എന്താ കംപ്ലൈന്റ് നോക്കാം, വീഡിയോയിലോട്ട് പോവാം. മീറ്റർ കണ്ടിന്യൂറ്റി മോഡിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഫ്യൂസ് ഒന്ന് ചെക്ക് ചെയ്യാം. നമ്മുടെ ഫ്യൂസ് ഓപ്പൺ ആണ്. നമ്മുടെ ഫ്യൂസ് ബേണായി പോയിട്ടുണ്ട്. വേറൊരു ഫ്യൂസ് ഇടാം. വേറൊരു ഫ്യൂസ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് സീരിയലിൽ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഫുൾ ഷോർട്ടിംഗ് ആണ്. സീരിയൽ ബൾബ് ഫുള്ളായിട്ട് കത്തി നിൽക്കുകയാണ്. അപ്പോൾ ഷോർട്ടിംഗ് ആണ്. നമുക്ക് എന്താണ് ഷോർട്ടിംഗ് എന്ന് നോക്കാം. നമ്മുടെ AC ഡയോഡുകളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക്. ഓക്കെ, രണ്ടാമത്തെ ഡയോഡ് ഓക്കെ ആണ്. മൂന്ന്, ഓക്കെ, 4 ഡയോഡും ഓക്കെ ആണ്. നമ്മുടെ STR ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം, ഏതെങ്കിലും പിന്നെ ഷോർട്ടിംഗ് ഉണ്ടോന്ന്. ഇത് ഗ്രൗണ്ട് ആണ്. STRന്റെ പിന്നൊന്നും ഷോർട്ടിങ് കാണിക്കുന്നില്ല. ഇനി അവിടെ ഏതെങ്കിലും സെനറുകൾ ഷോർട്ടായിട്ടുണ്ടോ നോക്കണം. PTC ഞാൻ ഒഴിവാക്കുകയാണ് ആദ്യം. കാര്യം അത് നല്ലപോലെ കരിഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ സപ്ലൈ വരുമ്പോൾ ഷോർട്ടിങ് ആവുകയാണോ എന്ന് അറിയില്ല. അതുകൊണ്ട് PTC ആദ്യം കഴിഞ്ഞ് ഇളക്കാം. അപ്പോൾ നമ്മുടെ PTC ഞാൻ ഓപ്പൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഷോർട്ടിങ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഒരു ഷോർട്ടിങ് തന്നെയാണ്. എല്ലാ സെൻറ്ററുകളും ഞാൻ ചെക്ക് ചെയ്തു. അതുപോലെ ഡിസ്കുകളൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ട്. ഇതുവരെ ഷോർട്ടിങ് ഒന്നും കിട്ടിയില്ല. അപ്പോൾ എല്ലാ കമ്പോണൻസും നമ്മൾ നല്ലപോലെ ചെക്ക് ചെയ്യണം. നിങ്ങൾക്ക് കാണുന്നതാണ് ഈ STRന്റെ അടുത്ത് നമ്മുടെ ഒരു ഡിസ്ക് കപ്പാസിറ്റർ കണ്ട് പൊട്ടിപ്പൊളിഞ്ഞിരിപ്പുണ്ട്. അവിടെ ബേണായിട്ടിരിക്കുന്നു. ഇതാണ് ഷോർട്ടിങ്. അതിന് നമുക്കൊന്ന് ഓപ്പൺ ചെയ്തെടുക്കാം. നമ്മൾ മുകളിൽ കൂടെ ചെക്ക് ചെയ്യുമ്പോൾ അത് ഷോർട്ടിങ് കാണിക്കുന്നില്ല. അത് നമ്മുടെ PCBയുടെ ടോപ്പ് സൈഡ് വഴി ചെക്ക് ചെയ്യുമ്പം അത് ഷോർട്ടിങ് അല്ല കാണിക്കുന്നത്. അതിനകത്ത് സപ്ലൈ വരുമ്പം മാത്രമേ അത് ഷോർട്ടിങ് ആവുന്നുള്ളൂ. അതിന് നമുക്കൊന്ന് ഓപ്പൺ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം ബെൽ ബട്ടണും അമർത്തണം. നമ്മുടെ ലേറ്റസ്റ്റ് വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇതാണ് ആ ഡിസ്ക് കപ്പാസിറ്റർ. 152 2KB ആണ്. അപ്പോൾ നമുക്ക് ഒന്ന് ചേഞ്ച് ചെയ്തിടണം.
ഞാനത് ഇളക്കിയിട്ടു. ഇനി നമ്മുടെ ഷൂട്ടിങ് മാറിയിട്ടുണ്ടെന്ന് നോക്കാം. ഓക്കെ, നമ്മുടെ പവർ ലൈറ്റ് കത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്കതൊന്ന് റീപ്ലേസ് ചെയ്തിടണം. നമ്മൾ വേറെ 152 എടുത്തിട്ടുണ്ട്. നമുക്കത് ഇട്ടേക്കാം. ഇട്ടില്ലെങ്കിലും വർക്ക് ചെയ്യും, കുഴപ്പമൊന്നുമില്ല. ഇതിൽ ഉണ്ടെങ്കിൽ ഇട്ടേക്കുക. ഇത് മിക്കവാറും ഒന്നിട സെറ്റുകളിലെല്ലാം വരുന്ന ഒരു കംപ്ലൈന്റ് ആണ്. അത് നമുക്ക് സോൾഡർ ചെയ്ത് വിടാം. ഡിസ്ക് ഓക്കെ, സോൾഡർ ചെയ്ത് വിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് സെറ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓക്കെ, പവർ ലൈറ്റ് കത്തിയിട്ടുണ്ട്. വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. $115 വോൾട്ട് എച്ച് ഔട്ട് വരെ വരുന്നുണ്ട്. ഇത് സ്റ്റാൻഡ് ബൈ സ്വിച്ച് ഞെക്കെങ്കിൽ മാത്രമേ സ്റ്റാൻഡ് ബൈ റിലീസ് ആവത്തുള്ളൂ. ഓക്കെ, ഓസിലേറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ 150 വോൾട്ട് ഔട്ട്പുട്ട് ലൈനാണ് LVT-യുടെ. 144 വോൾട്ട്. ഓക്കെ, യോക്കില്ല, അതുകൊണ്ടാണ് അത് നിൽക്കുന്നത്. ഇനി നമുക്ക് ട്യൂബ് കണക്ട് ചെയ്ത് പടം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ കിറ്റ് ട്യൂബിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ആദ്യം നമ്മൾ സീരിയലിലാണ് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, ഓസിലേറ്റ് ചെയ്തിട്ടുണ്ട്. ഓസിലേറ്റ് ചെയ്ത് ഓഫായി. ഓക്കെ, ഓസിലേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഡയറക്റ്റ് കൊടുത്ത് ഓൺ ചെയ്യാം. ഡയറക്റ്റ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സ്ക്രീൻ TV ഓൺ ആയിട്ടുണ്ട്. സ്ക്രീൻ വന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഒപ്പം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.